ബദർ പ്രചോദനമല്ലെങ്കിൽ പിന്നെ ഏതാ? ബദർ ചോറ് വെച്ച് തിന്നാനും, ബദർ മങ്കൂസ് ബദർ മൗലിദ് ഓതാനും, അങ്ങനെ കുറെ പണപ്പിരിവ് നടത്തി ബദരിയത്തും അതുപോലെ തന്നെ മജ്‌ലിസ് നൂറും ഒക്കെ നടത്തിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതല്ല ബദർ. ബദർ ജീവിതത്തിന്റെ ആവേശമാണ്. ബദർ വിശ്വാസിയുടെ ആർജവമാണ്. ബദർ വിശ്വാസിയുടെ ഈമാനിന്റെ കരുത്താണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് എല്ലാ സന്ദർഭത്തിലും വലിയ മോട്ടിവേഷനാണ്, വലിയ പ്രചോദനമാണ് ബദർ യുദ്ധം എന്നത്. പരിശുദ്ധ ഖുർആൻ ആ യുദ്ധം നടന്ന ദിവസത്തെ പരിചയപ്പെടുത്തിയത് യൗമുൽ ഫുർഖാൻ എന്നാണ്. സത്യവും അസത്യവും വേർതിരിഞ്ഞു നിന്ന ദിവസം എന്നാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബദർ എന്ന് പറയുന്നത് എല്ലാ സന്ദർഭത്തിലും വലിയ ആവേശമാണ്, വിശ്വാസികൾക്ക് വലിയ ഊർജം നൽകുന്നതാണ്, വിശ്വാസികൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുവാൻ കാരണമാകുന്നതാണ്, വിശ്വാസികൾക്ക് തങ്ങളുടെ ചുറ്റുപാടുകളുടെ എല്ലാ പ്രതിസന്ധികളുടെ മുന്നിലും തളരാതെ നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പാഠങ്ങളും പഠനങ്ങളുമൊക്കെയാണ് ബദർ. അല്ലാഹുവിന്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു വാചകമുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ബിബദർ വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദർ, തീർച്ചയായും അല്ലാഹു നിങ്ങളെ ബദറിൽ സഹായിച്ചിട്ടുണ്ട്. വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. ആകയാൽ ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയവരായേക്കാം. ബദറിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന വലിയ വിഷയം, ബദർ പോരാളികൾ എണ്ണത്തിൽ അവർ കുറവാണ്, ബദർ പോരാളികൾ ആയുധത്തിൽ കുറവാണ്, ബദർ പോരാളികൾ ആരോഗ്യത്തിലും താഴെയാണ്. ബദർ പോരാളികളുടെ പ്രവർത്തനം നോക്കിയാൽ 17 ദിവസത്തെ നിരന്തരമായ നോമ്പനുഷ്ഠിച്ചതിന്റെ പ്രയാസത്തിലാണവർ. ഏത് നിലക്ക് നോക്കിയാലും ദുർബലരാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രാർത്ഥന അത് പഠിപ്പിക്കുകയാണ്, അല്ലാഹുവേ, എന്റെ കൂടെ വന്ന ആളുകൾ ഭക്ഷണമില്ലാത്തവരാണ് നാഥ, നന്നായി ഭക്ഷണം കഴിക്കാനില്ലാത്തവരാണ് റബ്ബേ, എന്റെ കൂടെ വന്ന ആളുകൾക്ക് മാറിയൊടുക്കാൻ തുണിയില്ലാത്തവരാണ്, ഒന്ന് മാറിയൊടുക്കാൻ നല്ലൊരു വസ്ത്രമില്ലാത്തവരാണ് അല്ലാ. അങ്ങനെ ഏതു നിലക്കും ദുർബലരായ എന്റെ ഈ സമുദായം, ആ സമുദായത്തെ സഹായിക്കണേ. പ്രപഞ്ചത്തിന്റെ നാഥനോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ പഠിപ്പിക്കുകയാണ്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ, നിങ്ങൾ ദുർബലരായിരുന്നില്ലേ ബദറിൽ, നിങ്ങൾ ബദറിൽ. പക്ഷെ റബ്ബിന്റെ സഹായം വന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചത് ബദറിൽ റബ്ബ് സഹായിച്ചത് മലക്കുകളെ ഇറക്കിയുള്ള സഹായമാണെന്നാണോ? അല്ല, അത് മാത്രമല്ല, ബദറിലെ സഹായം എണ്ണിയാൽ തീരുമോ? ഒന്നാമത്തെ സഹായം റബ്ബ് നൽകിയത് ഹിബാബ് ഇബ്നുൽ മുൻദിർ എന്ന സഹാബിയുടെ രൂപത്തിലാണ്. അല്ലാഹുവിന്റെ സഹായം ബദറിലേക്ക് ആദ്യം വരികയാണ്.
ആ സഹായത്തിലേക്ക് കടക്കുവാൻ ബദർ പോരാട്ട ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് എന്ന നേതാവിന് രണ്ട് ഭാഗത്തുനിന്നും വലിയ സന്തോഷമാണ്. യുദ്ധത്തിലേക്ക് അള്ളാഹുവിന്റെ തീരുമാനം വരികയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ള വിളിച്ചു ചോദിക്കുകയാണ്, അല്ലയോ മുഹാജിറുകളെ, യുദ്ധം നിർബന്ധമാക്കിയിരിക്കുകയാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? മഹാനായ മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ട്. രണ്ടുപേരുടെയും ശേഷം എഴുന്നേറ്റ് നിന്നു മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഒരിക്കലും നന്ദി കെട്ട ബനൂ ഇസ്രായേലുകൾ മൂസ നബിയോട് പറഞ്ഞതുപോലെ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹുനാ ഖാഇദൂൻ, ഏ മൂസ, നീയും നിന്റെ റബ്ബും കൂടി പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന് പറഞ്ഞ ആ ബനൂ ഇസ്രായേലുകളുടെ വർത്തമാനം ഞങ്ങൾ പറയില്ല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ, നബിയെ, അങ്ങും അങ്ങയുടെ റബ്ബുമായി ഇറങ്ങിക്കോ. ഇതാ ഞങ്ങളുണ്ട് നബിയെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ ഞങ്ങളുണ്ട്, അങ്ങയുടെ മുന്നിൽ ബൈന യദൈക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുന്നിൽ ഞങ്ങളുണ്ട് നബിയെ, അങ്ങയുടെ പിന്നിലും ഞങ്ങളുണ്ട് നബിയെ, അങ്ങയുടെ വലതുഭാഗത്തും ഞങ്ങളുണ്ട് നബിയെ, അങ്ങയുടെ ഇടതുഭാഗത്തും ഞങ്ങളുണ്ട് നബിയെ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഞങ്ങൾ ഏത് സമയത്തേക്കും റെഡിയാണ് നബിയെ. അള്ളാഹുവിന്റെ ഹബീബിന് എന്തൊരു സന്തോഷമാണ്. അവന് റസൂലുള്ള രണ്ടാമത് ചോദിക്കുന്നു, അശീറൂ അലയ്യ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, നിങ്ങൾ എന്നോടൊന്ന് പറയൂ, നിങ്ങൾ എന്നോടൊന്ന് പറയൂ. അൻസാറുകളെ നോക്കിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം. അൻസാറുകളുടെ നേതാവ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് എഴുന്നേൽക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, ലവിസ്തഅറൽത ബിനൽ ബഹ്റ ലഖുദ്നാ, അങ്ങൊരു സമുദ്രത്തിന്റെ ആഴിയിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ, അങ്ങൊരു സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളും നിങ്ങളുടെ പിന്നാലെ ഇറങ്ങും നബിയേ. ഒരാൾ പോലും പിന്നിലേക്ക് മാറി നിൽക്കുകയില്ല. മക്കയിൽ നിന്ന് ഹിജറ വന്നവരെ സ്വീകരിച്ച ആളുകളാണ് നബിയേ ഞങ്ങൾ. അവർക്ക് വേണ്ടി വീട് പകുത്തു കൊടുത്തവരാണ് ഞങ്ങൾ, സമ്പത്ത് പകുത്തു കൊടുത്തവരാണ് ഞങ്ങൾ നബിയേ. അങ്ങ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് സമുദ്രത്തിന്റെ ആഴിയിലേക്കാണോ? അവിടേക്ക് ഇറങ്ങി വരാൻ അൻസാറുകളായ ഞങ്ങൾ തയ്യാറാണ് നബിയേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ സഅദ് ഇബ്നു മുആദ് അൻസാരി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ വർത്തമാനമാണ്. ഏ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ബദർ നമുക്ക് പ്രചോദനമല്ലെങ്കിൽ പിന്നെ ഏതാണ് പ്രചോദനമായി കടന്നു വരേണ്ടത്? ഈ ബദർ നമുക്ക് ഊർജം നൽകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഊർജമാണ് നമുക്ക് കിട്ടാനുള്ളത്? ഹബീബിന്റെ കൽപ്പനക്ക് പിന്നിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അവിടെ എണ്ണം കുറവാണോ എന്ന നോട്ടമില്ല, അവിടെ ഞങ്ങൾക്ക് വണ്ണം കുറവാണോ എന്ന നോട്ടമില്ല, അവിടെ ഞങ്ങൾക്ക് ആയുധം കുറവാണോ എന്ന നോട്ടമില്ല. ഞങ്ങൾ ദുർബലരാണ്, പക്ഷേ ഹബീബ് മുന്നിലുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ ഞങ്ങളുണ്ട് നബിയേ. സത്യവിശ്വാസികൾ എല്ലാ കാലഘട്ടത്തിലും പറയേണ്ടുന്ന വർത്തമാനമാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ആദർശം മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ മുന്നിൽ എന്തു വലിയ പർവ്വതങ്ങൾ വന്നു നിന്നാലും ശരി, അതിനെയെല്ലാം തകർത്തു മുന്നേറാനുള്ള കരുത്ത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആദർശത്തിനുണ്ട്, ഹബീബിന്റെ സുന്നത്തിനുണ്ട്. അതിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കുകയാണ്. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ വെറുത്താലും, ആരൊക്കെ ആക്ഷേപിച്ചാലും, ആരൊക്കെ ഞങ്ങളെ വിളിച്ച തീവ്രവാദികളെന്ന് വിളിച്ചാലും, ഭീകരവാദികളെന്ന് വിളിച്ചാലും, എന്തൊക്കെ പറഞ്ഞാലും ഒരു അണുവളവ് പിന്നോട്ട് നിൽക്കാൻ ഞങ്ങളില്ല. ലവിസ്തഅറൽത ബിനൽ ബഹ്റ ലഖുദ്നാ,
യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ പിന്നിലുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് സന്തോഷമായി. ബദറിന്റെ പോരാട്ട ഭൂമിയിലതാ ഹിബാബ് ബിനുൽ മുൻദിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വരികയാണ്. നബിയോട് പറയുന്നു, നബിയേ, ഈ ടെൻഡടിച്ചത് റബ്ബിന്റെ തീരുമാനത്തിലാണോ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണോ ഈ ടെന്റ് നിങ്ങൾ ഇവിടെ കെട്ടിയത്, അതല്ല ഒരു യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ? എങ്കിൽ നബിയെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെങ്കിൽ അവിടുന്ന് ഒരൽപ്പം പോലും അങ്ങോട്ട് മാറാൻ പാടില്ല, അവിടെ തന്നെ ടെന്റ് കെട്ടിയാൽ മതി നബിയെ. അല്ല, നിങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് ഒരു യുദ്ധതന്ത്രമെന്ന നിലക്ക് കെട്ടിയതാണോ എങ്കിൽ താഴോട്ട് ഇറങ്ങണം നബിയേ. ബദറിന്റെ താഴ്ഭാഗത്താണ് വെള്ളക്കെട്ട് കിട്ടുക, അവിടെയാണ് കിണറുള്ള, അവിടെയാണ് വെള്ളമുണ്ടാവുക. നമുക്ക് വെള്ളം വേണ്ടേ നബിയേ? നമുക്ക് കുടിക്കാൻ വെള്ളം വേണ്ടേ ഹബീബേ? അള്ളാഹുവിന്റെ റസൂല് അത്ഭുതപ്പെടുകയാണ്. മഹാനായ ഹിബാബ് ബിനുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അശിർത ബിർറയ്യാ ഹിബാബ്, അശിർത ബിർറയ്യാ ഹിബാബ്. ഏ ഹിബാബ്, നിങ്ങൾ എന്ത് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, എന്ത് നല്ല അഭിപ്രായമാണ് നിങ്ങൾ പറഞ്ഞത് ഹിബാബ്. ബദറിന്റെ പോരാട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രചോദനം ഏതു വലിയ തീരുമാനങ്ങളെയും മാറ്റാൻ ഒരു ചെറിയ അണി വിചാരിച്ചാൽ, ഒരു അണി, അതേ കൂട്ടത്തിൽ ഒരാൾ അള്ളാഹുവിന്റെ തീരുമാനത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ, അയാൾ അഭിപ്രായം പറയുന്നു, ജാമിഉം മാനിഉമായ അഭിപ്രായമാണെങ്കിൽ, നേരത്തെ എടുത്ത അഭിപ്രായത്തെക്കാൾ നല്ല അഭിപ്രായം അതാണെങ്കിൽ അത് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിച്ചത് ഹബീബാണ്. അത് ബദർ യുദ്ധത്തിന്റെ പാഠങ്ങളിലൊന്നാണ്. ആ ജലാശയത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി കെട്ടിയതോടെ മുസ്ലിമീങ്ങൾക്ക് ആദ്യമായി വിജയം കിട്ടുകയാണ്. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ഹൗൽ ഉണ്ടാക്കിയത്. ആ ഹൗലിനാണ് ഹംസ കാവൽക്കാരനായി വന്നത്. വമ്പുറ്റ ഹംസ റളിയല്ലാഹ് ചാടി തമ്പിയ സുവദിൽ മാറടാ, വല്ലൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ, അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള തമ്പുരുവിൽ വന്ന് കേറടാ, ഖൈറുൽ വറ നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ. ഉമർ പലവർ എഴുതിയ വാക്കിന്റെ വരികളുടെ പ്രത്യേകത അതാണ്. ഹംസ എഴുന്നേറ്റ് നിന്നാൽ ആ ഭാഗത്തേക്ക് കടന്നു വരാൻ ഖുറൈശി കൂട്ടങ്ങളിൽ ഒരാളും തയ്യാറല്ല. കാരണം ഹംസയെ അറിയുന്നവരാണ്. അബൂജഹലിന്റെ മാറ് ചവിട്ടി പിളർന്നിട്ടാണ് ഇസ്ലാമിന്റെ വാതായനത്തിലേക്ക്, ഹബീബിന്റെ മുന്നിലേക്ക്, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് കടന്നു വന്ന് തന്റെ പിതൃകൻ റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ ആ ഹംസയെ പേടിയാണ് എല്ലാവർക്കും. ഹംസയുടെ മുന്നിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. അസ്വദെന്ന മല്ലൻ ഇറങ്ങി വരികയാണ്. മൊയിൻകുട്ടി വൈദ്യർ എഴുതി വെക്കുകയാണ്, ഹംസ ചാടിയടുത്തുടൻ ആരടാ ശുജഅത്തുരത്തമൻ ഹൗദിൽ നിന്ന് കുടിപ്പവൻ, ജ്ഞാനമുറ്റ നബിയുന അവർ ചന്തി ഹൗലോടടുപ്പതാ, ഞാനിരിക്കവതിന്നുമിൻസിലും നാലു ദിക്കിലുമില്ല പേര്. മഹാനായ ഹിബാബ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാന പ്രകാരം ഉണ്ടാക്കിയ ജലാശയത്തിന്റെ അടുത്തേക്ക് കടന്നു വന്ന അസ്വദെന്ന മല്ലനെ വെട്ടിത്താഴയിട്ടുകൊണ്ട് ബദറിന്റെ ചരിത്രത്തിലെ ബദറിന്റെ വിജയത്തിന്റെ ആദ്യത്തെ പ്രഹരം നൽകുകയാണ് ഹംസത്തുൽ ഖറാർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് റബ്ബിന്റെ സഹായമാണ്. ഒന്നിനു പുറകെ റബ്ബിന്റെ സഹായം. ഉറപ്പിച്ചോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹനെ പിടിച്ചു നിന്നാൽ, റബ്ബിന്റെ ദീനനുസരിച്ച് നിന്നാൽ, ഇൻ തൻസുറുല്ലാഹ യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും. നിങ്ങൾ അല്ലാഹനെ സഹായിച്ചാൽ അല്ലാഹ് നിങ്ങളെ സഹായിക്കും കേട്ടോ. നിങ്ങളുടെ പാദങ്ങൾ
റബ്ബ് ഉറപ്പിച്ചു നിർത്തും കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ആയിരക്കണക്കിന് ആളുകളപ്പുറത്തുണ്ട്, ആയുധബലം ധാരാളമുണ്ട്, അവർക്ക് ധാരാളം പ്രചോദനം നൽകാൻ മദിരാക്ഷിമാരുണ്ട്, നർത്തകിമാരുണ്ട്. അങ്ങനെ അവർ പാട്ടുപാടുന്നുണ്ട്. ഇരുന്തിനടിൽകളെ അറുക്കയും അത് ഭുജിക്കയും ഖംറ് കുടിക്കയും ഇടരഭജദശ അടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും. മൊയ്ൻകുട്ടി വൈദ്യരുടെ കവിതയാണ് അവിടെ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. ഖുറൈശികളുടെ അങ്ങേയറ്റത്തെ ആഹ്ലാദമാണ്, അവരുടെ വലിയ ഉത്സാഹമാണ്, അവർ എന്തുകൊണ്ടും വിജയിച്ചിരിക്കുന്നു എന്ന ചിന്തയാണ്. പക്ഷേ ഇപ്പുറത്തുള്ള ആളുകളാരാ? ഹബീബിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നവരാണ്, 17 ദിവസം നോമ്പെടുത്തവരാണ്, റബ്ബിന് വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറായ ആളുകളാണ്. അതിൽ പ്രായമുള്ളവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഞാൻ 2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. നിങ്ങൾ ബദറിൽ പോയിട്ടുണ്ടോ സഹോദരന്മാരെ? ബദർ യുദ്ധം നടന്ന പ്രദേശത്തിന്റെ തൊട്ടടുത്ത് ബദർ പോരാളികളിൽ നിന്ന് ഷഹീദാക്കപ്പെട്ട 14 ആളുകളുടെ ഖബറുണ്ടവിടെ. ആ 14 ആളുകളുടെ ഖബറുകളുള്ള പ്രദേശം, അതിന്റെ തൊട്ടു മുമ്പത്തെ റോഡുണ്ട്. ആ റോഡിൽ അതാ ഒരു നീളമുള്ള ഫലകം വെച്ചിട്ടുണ്ട്. ആ ഫലകത്തിൽ 14 ബദരീങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ട 14 ആളുകളുടെ പേരുണ്ട്. അതിൽ ഒന്നാമത്തെ പേരുകാരനാരാ? അത് ഉമൈർ ഇബ്നു അബീ വഖാസ്. ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തെ പേരുകാരനായി എഴുതിയിട്ടുള്ളത്. താഴോട്ട് വന്നാൽ മറ്റൊരാളെ കാണാം, മുഅവ്വിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. വേറൊരാളെ കാണാം, ഹാരിസത്ത് ഇബ്നു സുറാഖ. ഈ ആളുകളാരും വലിയ മനുഷ്യന്മാരല്ല, ഇവരാരും തന്നെ വലിയ പ്രായമുള്ള ആളുകളല്ല. 16 വയസ്സുള്ളവരുണ്ട്, 18 വയസ്സുള്ളവരുണ്ട്, 20 വയസ്സുള്ളവരുണ്ട്. പ്രിയപ്പെട്ട ISMകാരാ, ബദർ നിനക്ക് പ്രചോദനമല്ലെങ്കിൽ, ഇസ്ലാമിക ദഅവത്തിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ അർപ്പിക്കുന്നതിന് ബദർ ഒരു പ്രചോദനം നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രചോദനമാണ് മോനെ നിനക്ക് ലഭിക്കാനുള്ളത്? നിങ്ങൾക്കറിയുമോ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്, 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. 18 വയസ്സുണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ സഅദ് ഇബ്നു മുആദ്, മഹാനായ സഅദ് ഇബ്നു അബീ വഖാസിന്. അതേ റസൂലുള്ളാഹി ബദറിലേക്ക് പുറപ്പെടുമ്പോൾ ആളുകളെ എല്ലാവരെയും തെരഞ്ഞെടുക്കുകയാണ്. ആ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ സഅദ് ഇബ്നു അബീ വഖാസിന് നറുക്കു വീണു. സഅദ് ഇബ്നു അബീ വഖാസ് സന്തോഷത്തിലാണ്. 18 വയസ്സുള്ള മകനാണ്, 18 വയസ്സ് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, സന്തോഷമായിരുന്നു. വീട്ടിൽ വന്ന് സന്തോഷം പറഞ്ഞപ്പോൾ അതാ 16 വയസ്സുകാരനായ ഉമൈർ ഉടനെ പറയുന്നു, ഞാനുമുണ്ട്. ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകും, നബി തങ്ങളോട് പറയും. അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ഓടിയ 16 വയസ്സുകാരൻ, പ്രിയപ്പെട്ട കൗമാരപ്രായക്കാരാ, ജീവിതത്തിന്റെ നല്ല നാളുകൾ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു പോകുമ്പോൾ പൊന്നുമോനെ നീ അറിയണം, ബദർ ഷഹീദുമാരിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സവിധത്തിലെത്തിയിട്ട് പറഞ്ഞു, നബിയേ എന്നെ കൂടി ഒന്ന് ബദറിലേക്ക് കൊണ്ടുപോകണേ ഹബീബേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, മോനെ നിനക്ക് 16 വയസ്സല്ലേ പ്രായമുള്ളൂ, നീ എന്തിനാ ഇപ്പോൾ? വേണ്ട മോനെ, വീട്ടിലേക്ക് പോയിക്കോളൂ. റസൂലുള്ളാഹിനോട് വീണ്ടും പറഞ്ഞു. അവസാനം പറഞ്ഞു, നബിയെ നിങ്ങൾ ഇപ്പൊ കൊണ്ടുപോകാൻ തീരുമാനിച്ച എന്റെ ജ്യേഷ്ഠനില്ലേ, സഅദ് എന്ന് പറയുന്ന എന്റെ ജ്യേഷ്ഠനില്ലേ, ആ സഅദിനെ വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് മൽപിടുത്തം നടത്തി ഞാൻ തോൽപ്പിച്ചു തരാം നബിയെ. എന്നെ കൊണ്ടുപോകുമോ നബിയെ? എങ്കിലെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? റസൂലുള്ള പറഞ്ഞു, മോനെ ഉമൈറെ എന്ത് പറഞ്ഞാലും പറ്റില്ല, തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ്.
ആളാണ് ഉമൈർ ഇബ്നു അബീ വഖാസ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, നബിയേ എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകണേ ഹബീബേ, എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകണേ നബിയേ. അള്ളാന്റെ റസൂൽ അവസാനം സമ്മതിക്കുകയാണ്. എങ്കിൽ ഉമൈറെ പോന്നോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴെന്തൊരു സന്തോഷമാണ്. വീട്ടിലേക്ക് തിരിച്ചു തന്നുകൊണ്ട് ചേട്ടനോട് പറഞ്ഞു, ഞാനുമുണ്ട് മോനെ ബദറിലേക്ക്, ഞാനുമുണ്ട് റസൂലുള്ളാഹിന്റെ കൂടെ കേട്ടോ. പോകുന്നത് കല്യാണത്തിനല്ല, പോകുന്നത് ഏതെങ്കിലും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനല്ല, പോകുന്നത് ടൂറിനല്ല, അബൂ സുഫിയാന്റെ ഈറിനെ തടുക്കാനാണ്. ഏത് നിലക്കും അപകടമുണ്ടാവാം, പക്ഷേ പ്രശ്നമില്ല. ബദർ യുദ്ധം തുടങ്ങി. ആ ബദർ യുദ്ധം അവസാനിക്കുമ്പോൾ രണ്ടുപേരും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ സഅദ് ഇബ്നു അബീ വഖാസ് മാത്രമേ ഉള്ളൂ. 18 വയസ്സുകാരൻ മാത്രമേ ഉള്ളൂ. മോനെ സഅദ് എവിടെ? ഉമൈർ അല്ലാഹുവിന്റെ അടുത്തേക്ക് യാത്രയായി. അതെ, ഷഹീദുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളായി സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, അല്ലാഹുവിന്റെ മഹത്തായ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്തേക്ക് പറന്നുപോയി. പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ഈ ഉമൈറിൽ നിങ്ങൾക്ക് പാഠമില്ലെങ്കിൽ, ഈ ഉമൈറിന് നിങ്ങൾക്ക് പ്രചോദനമാകുന്നില്ലെങ്കിൽ പിന്നെ ഏതാളാണോ നിങ്ങൾക്ക് പ്രചോദനമായി വരിക? ബദർ പോരാളികളിൽ ഇവർ നമുക്ക് പ്രചോദനമല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതേ, മിനൽ മുഅ്മിനീന റിജാലു സദഖൂ മാ അഹദുല്ലാഹി അലൈഹി മിൻഹും മൻ ഖദാ നഹബ വമിൻഹും മൻ യന്തളിർ വമാ ബദ്ദലൂ തബ്ദീലാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിനോട് ചെയ്ത കരാർ പൂർത്തീകരിച്ചവരാണവർ. അവരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവർ മിമ്മൻ ഖദാ നഹബ, ആ ഉത്തരവാദിത്വത്തിനു വേണ്ടി, റബ്ബിന്റെ ദീനിനു വേണ്ടി സ്വന്തം ജീവിതം ബലി കഴിപ്പിച്ചവരാണ്, സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് മടങ്ങിപ്പോയവരാണ്. വേറെ ചില ആളുകൾ അത് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. റബ്ബേ, നിന്റെ ദീനിന്റെ പ്രബോധനത്തിലായി ജീവിക്കാനും അങ്ങനെ മരിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിന്റെ ഒടുക്കം വരുമ്പോൾ, മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കുമ്പോൾ, അല്ലാഹ് നിന്റെ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലാകണം. അങ്ങനെ എന്നെ മരിപ്പിക്കണേ റബ്ബേ എന്ന് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ISMകാരാ, നിന്റെ മനസ്സിന്റെ ആഗ്രഹം അതാവണം കേട്ടോ. MSMകാരാ, നിന്റെ മനസ്സിന്റെ ആഗ്രഹം അതായിരിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനവും അതിന്റെ പ്രചാരണത്തിന്റെയും മുന്നിൽ എന്റെ ജീവൻ പോകുമ്പോ അത് പൊയ്ക്കോട്ടെ, എനിക്ക് പ്രശ്നമല്ല. വമാ ബദ്ദലൂ തബ്ദീലാ, അവരൊരു തലക്കും മാറ്റം വരുത്തിയവരെ അല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഒരാളെ കൂടി ഞാൻ, രണ്ടുപേരെ കൂടി ഒന്ന് പെട്ടെന്ന് പറയാം. മറ്റൊന്ന് മഹാനായ മുഅബ്ബദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ആണ്. മുഅബ്ബദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുജനും രണ്ടുപേരും കൂടിയാണ് ബദറിന്റെ പോരാട്ട ഭൂമിയിൽ വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക്, ബദറിലേക്ക് വന്ന ആളുകളിൽ ഈ പറയപ്പെട്ട ആളുകളുടെ തൊട്ടുമേലെ നിൽക്കുന്ന പ്രായമേ അവർക്കുള്ളൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ രണ്ട് മക്കളെയും പേര് വിളിച്ചത്, അവരെ രണ്ടുപേരെയും വിളിച്ചത് ഗുലാം, ഗുലാം എന്നാണ് വിളിച്ചത്. ഗുലാം എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ്. ചെറിയ കുട്ടികളുടെ പ്രായം. അതെ, ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് മുഅബ്ബദ് ഇബ്നു അഫ്രാഇന്റെ പൊന്നുമോനായ മുഅബ്ബദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ബദറിൽ നിങ്ങൾക്കുള്ള പ്രചോദനം ഞാനൊന്ന് പറഞ്ഞു തരാം.
രണ്ട് മക്കളെ ഒരുമ്മ പറഞ്ഞയക്കുകയാണ് ബദറിലേക്ക്. രണ്ട് മക്കളെ ഒരുമ്മ പറഞ്ഞയക്കുകയാണ്. ഒന്ന് മുഹമ്മദാണ്, ഒന്ന് ഔഫാണ്. രണ്ടുപേരും കൂടി ബദറിലേക്ക് വരുന്നു. അവിടെ അതാ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നു, താൻ ഇങ്ങനെ യുദ്ധത്തിൽ നിൽക്കുന്ന സമയത്ത് എന്റെ വലത് ഭാഗത്തൊരു കുത്തു കിട്ടുകയാണ്. ഞാൻ നോക്കുമ്പോഴതാ ഗുലാം, ഒരു ചെക്കൻ അവിടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിക്കുകയാണ്, യാ അമ്മ അതഅരിഫു അബാ ജഹൽ, എളാപ്പാ അല്ല പിതൃവ്യ, നിങ്ങൾക്ക് അബൂജഹലിനെ അറിയുമോ? അബൂജഹലിനെ അറിയുമോ? ഞാൻ ചോദിച്ചു, എടാ മോനെ, എന്താണ് കാര്യം? നീ എന്തിനാണ് അബൂജഹലിനെ തിരക്കുന്നത്? ആ മകൻ പറഞ്ഞു, അന്നഹു യസുബ്ബു റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലിനെ അവൻ ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നവനെ കണ്ടാൽ അതിനെനിക്കൊന്ന് പകരം ചോദിക്കണം കേട്ടോ. അതിനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോഴതാ ഇടത് ഭാഗത്തുനിന്നൊരു കുത്തു കിട്ടുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അവിടെയുമുണ്ടൊരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരനും എന്നോട് ചോദിക്കുകയാണ്, യാ അതഅരിഫു അബാ ജഹൽ, അബൂജഹലിനെ അറിയുമോ നിങ്ങൾ? ഉടൻ ഞാൻ ആ കുട്ടിയോടും ചോദിക്കുന്നു, മോനെ എന്തിനാടാ അബൂജഹലിനെ ചോദിക്കുന്നത്? ആ മകൻ അയാളും പറഞ്ഞ വർത്തമാനം എന്താ? അള്ളാന്റെ റസൂലിനെ ഇവൻ ഉപദ്രവിച്ചതായി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതിന് പകരം ചോദിക്കാൻ വന്നവനാണ് ഞാൻ. രണ്ട് ചെറുപ്പക്കാര് നിൽക്കുകയാണ്. അവരുടെ മാതാവാരെന്നറിയുമോ? അവർ പറഞ്ഞു വിട്ടതാ, സ്വന്തം മക്കളെ റസൂലുള്ളാഹിനെ ചീത്ത വിളിച്ചവനോട് പകരം ചോദിക്കണം. അതിന് പറ്റുന്ന ഘട്ടമാണ് ഈ യുദ്ധം. റസൂലുള്ളാഹിനെ 13 കൊല്ലം ഉപദ്രവിച്ചവനുണ്ട്. അള്ളാന്റെ ഹബീബ് സുജൂദ് ചെയ്തപ്പോ അവിടുത്തെ കഴുത്തിലേക്ക് കുടൽമാല ഇട്ടവനുണ്ട്. അവിടുത്തെ സ്വഹാബത്തിനെ ഉപദ്രവിച്ചവനുണ്ട്. അവനോട് പകരം ചോദിക്കണം മക്കളെ, കഴിയുമെങ്കിൽ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാ മക്കളെ പറഞ്ഞു വിട്ടത്. പ്രിയപ്പെട്ട എന്റെ സഹോദരിമാര്, ഉമ്മമാർ, അള്ളാന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി മക്കൾ ഇറങ്ങുമ്പോ തടുക്കരുത് കേട്ടോ. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി മക്കളെ പറഞ്ഞേക്കണം കേട്ടോ ഉമ്മമാരെ. അതാ ബദറിന്റെ പോരാട്ട ഭൂമിയിലേക്ക് വരുന്ന ഈ രണ്ട് മക്കളും അടുത്ത നിമിഷം തന്നെ കാണിച്ചു കൊടുത്തു. അതാ നിൽക്കുന്നു അബൂജഹൽ. രണ്ടുപേരും ഒറ്റ ഓട്ടമായിരുന്നു. രണ്ടുപേരും അതാ പായുകയാണ് അബൂജഹലിന്റെ മുന്നിലേക്ക്. അബൂജഹലിനെ പെട്ടെന്ന് തിരിച്ചറിയാം. കാരണം അയാളന്ന് സർവ ആഭരണങ്ങളും അണിഞ്ഞൊരു രാജാവിനെ പോലെ വന്നു നിൽക്കുകയാണല്ലോ. അതാ അബൂജഹലിന്റെ മുന്നിലേക്ക് ഓടിയെടുക്കുന്നു ഇവർ രണ്ടുപേർ. രണ്ടിൽ ആരാണ് ആദ്യം എത്തിയതെന്നറിയില്ല. രണ്ടുപേരും കൂടി തലങ്ങും ബലങ്ങും വെട്ടിയിട്ട് അബൂജഹലിനെ നിലത്ത് വിടുകയാണ്. നിലത്ത് വീണു പോവുകയാണ്. അബൂജഹൽ വീണത് കണ്ട് സന്തോഷത്തോടെ ഈ രണ്ട് മക്കളും ഓടുന്നു. ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, അള്ളാന്റെ റസൂലിന്റെ സവിധത്തിലേക്കാണ് ഓടി വന്നിട്ട് പറഞ്ഞു, നബിയെ അബൂജഹലിനെ കൊന്നു കേട്ടോ. റസൂൽ ചോദിച്ചു, ആരാ ചെയ്തത്? ഞാനാ നബിയെ വെട്ടിയത്. മറ്റേയാള് പറഞ്ഞു, അല്ല ഞാനാ വെട്ടിയത് നബിയെ. രണ്ടുപേരും ഒരു ഉമ്മയുടെ രണ്ട് മക്കളാണ്. അതാ റസൂലുള്ള രണ്ടുപേരുടെയും വാള് നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വെട്ടിയിട്ടുണ്ട്, ഞാൻ സന്തോഷത്തിലാണ്. അതിനുശേഷമാണ് മുഅബ്ബിദ് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു. ആ യുദ്ധത്തിൽ മുഅബ്ബിദ് റളിയല്ലാഹു അൻഹു അഫ്രാഇന്റെ ഒരു മകൻ ലോകത്തോട് വിട പറയുന്നു. മറ്റു മകന്റെ കയ്യിലേക്ക് പരിക്കു പറ്റുകയാണ്. പിന്നെ ഈ മകൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മരിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരു ഉമ്മ പറഞ്ഞയക്കുകയാണ് സ്വന്തം മക്കളെ. ബദറിലേക്കാണ് പറഞ്ഞു വിടുന്നത്. അള്ളാന്റെ ദീനിനെ സംരക്ഷിക്കാനാണ്. റസൂലുള്ളാഹിക്കെതിരെ നിൽക്കുന്നവനോട് പ്രതികരിക്കാനാണ്. ഇന്ന് നിങ്ങൾക്ക് വാള് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. ആ യുദ്ധം
കൊടുക്കാനല്ല ഞാൻ പറയുന്നത്, അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ ദീനാണ്. ഇന്ന് എക്സ് മുസ്ലിങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗം കടന്നു വരുമ്പോൾ, ഭൗതികവാദികളും നിരീശ്വരവാദികളും കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ ദീനിനെ തകർത്തെറിയാൻ വേണ്ടി കൗമാരക്കാരെ വലയെറിയുമ്പോൾ, യുവാക്കളെ വലയിട്ട് പിടിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഉമ്മ, നിനക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നിന്റെ മകന് ദീന് പഠിപ്പിച്ചു കൊടുത്ത് ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങേണ്ടവരാണവർ. അത് ബദറിൽ നിന്ന് കിട്ടുന്ന പോരാട്ടത്തിൽ നിന്ന് കിട്ടുന്ന വലിയ പ്രചോദനമാണ് പ്രിയപ്പെട്ടവരെ, വലിയ പ്രചോദനമാണ്. ഇനി ഒരാളെ കൂടി ഞാൻ അങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. മറ്റൊന്ന് മഹാനായ ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു ആണ്. ഇതും ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടാണ് പറയുന്നത്. നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോളണം കേട്ടോ. അതാ ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു ബദറിൽ പോരാടിയിട്ട് ബദറിൽ ഷഹീദായ ആളുകളിൽ 18 വയസ്സ് മാത്രം പ്രായമുള്ളയാളാണ് ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു. ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ സ്വന്തം മകനെ സന്തോഷത്തോടെ പറഞ്ഞയച്ചതാ ഉമ്മ. ആ ഉമ്മക്ക് ഈ മോനല്ലാതെ താങ്ങും തണലുമായി വേറൊരാളില്ല. നടക്കാനും പോകും പോലും പ്രയാസമുള്ള, വേച്ച് മാത്രം നടക്കാൻ കഴിയുന്ന ഒരുമ്മ. ആ ഉമ്മയാണ് സ്വന്തം മോനെ പറഞ്ഞയക്കുന്ന ബദറിലേക്ക്. ബദർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നു എല്ലാവരും. മദീനയുടെ അതിർത്തി പ്രദേശത്ത് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും വന്ന് സന്തോഷത്തോടെ പോകുന്നു. അതാ ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ ഒരു ഉമ്മ മാത്രം അങ്ങനെ കാത്തിരിക്കുകയാണ്. സ്വന്തം മകൾ ഹാരിസിനെ കാണുന്നില്ലല്ലോ, എന്റെ മകൾ ഹാരിസിനെ കാണുന്നില്ലല്ലോ. കുറെ നേരം അവിടെ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. വീട്ടിലെങ്ങനെ ഇരുന്ന് ആ മകനെ ഓർത്ത് കണ്ണുനീരോടെ ഉമ്മ ഇരിക്കുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹിന്റെ ദൂതൻ വരുന്നു. എന്നിട്ട് ആ ഉമ്മയോട് പറയുന്നു, യാ ഉമ്മ ഹാരിസ, ഹാരിസയുടെ ഉമ്മ, നിങ്ങളുടെ മകൻ ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ. ബദറിൽ നിങ്ങളുടെ മകൻ ഷഹീദാക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ. തന്റെ താങ്ങും തണലുമായ മകൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, ആ മാതൃഹൃദയത്തിന് വേദനയുണ്ട്. പക്ഷേ കണ്ണിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴും ഒരാഗ്രഹം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്കൊന്ന് പോകണം. അവിടുന്ന് എഴുന്നേറ്റ് വേച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് കടന്നു വന്ന് നബി തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ചോദ്യം അത് മാത്രമാവണം കേട്ടോ. യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ടു എന്ന വിവരമറിഞ്ഞിട്ട് ഉമ്മ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, നബിയേ, എന്റെ മകൻ ഹാരിസ് കൊല്ലപ്പെട്ടു എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെയോ? എനിക്ക് സങ്കടമുണ്ട് നബിയേ, ഞാൻ കണ്ണുനീരൊഴുകുന്നുണ്ട്. പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്റെ മകന് സ്വർഗം കിട്ടുമോ നബിയേ? എന്റെ മോന് സ്വർഗം കിട്ടുമോ നബിയേ? അങ്ങനെയെങ്കിൽ എന്റെ മോന് സ്വർഗമുണ്ടെങ്കിൽ ഈ ഉമ്മ ഇനി ഒരിക്കലും ആ മകനെ ഓർത്ത് കരയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസത്ത് ബിൻ സുറാഖയുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, യാ ഉമ്മ ഹാരിസ, യാ ഉമ്മ ഹാരിസ, ഇന്നഹാജനാ, നിങ്ങളുടെ മകന് ഒരു സ്വർഗമോ? നിങ്ങളുടെ മകന് സ്വർഗങ്ങളുണ്ട്. അല്ലാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട് കേട്ടോ. നിങ്ങളുടെ മകൻ ഫിർദൗസുൽ അലയിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ 2 കൈ കൊണ്ടും കണ്ണുനീര് തുടച്ചു നീക്കിയിട്ട് ആ മാതാവ് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. പോരുമ്പോൾ അല്ലാഹുവിനോട് ദുആരെന്നൊരു വർത്തമാനമുണ്ട്. പഠിച്ചോനെ, അല്ലാഹുവേ, എന്റെ മകനെ സ്വർഗത്തിൽ നീ ആക്കിയല്ലോ അല്ലാ. ഈ വൃദ്ധയായ എന്നെ കൂടി ഒന്ന് സ്വർഗത്തിലാക്കി കൂടെ അല്ലാ. എന്നെ കൂടി, എനിക്ക് കൂടി സ്വർഗം തരണേ അല്ലാ. എന്നെ കൂടി സ്വർഗത്തിലേക്ക് എത്തിക്കണേ നാഥാ എന്ന് ഹാരിസത്ത് ബിൻ സുറാഖയുടെ ഉമ്മ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട എംജിഎമ്മുകാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ജീവിതത്തിൽ ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്താ? ജീവിതത്തിൽ ഇതിനേക്കാളും വലിയ പ്രചോദനം എന്താ? സ്വന്തം മകന് സ്വർഗം കിട്ടാൻ വേണ്ടി പറഞ്ഞയച്ച ഉമ്മയേക്കാൾ നിങ്ങൾക്ക് പ്രചോദനം കിട്ടുന്ന ഒരു ഉമ്മ വേറെ ഏതാ? ബദർ പ്രചോദനമല്ലെങ്കിൽ
പിന്നെ ഏതാ ബദർ ചോറ് വെച്ച് തിന്നാനും ബദർ മങ്കൂസ് ബദർ മൗലിദ് ഓതാനും അങ്ങനെ കുറെ പണപ്പിരിവ് നടത്തി ബദരിയത്തും അതുപോലെ തന്നെ മജ്‌ലിസുൻ നൂറും ഒക്കെ നടത്തിയിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതല്ല ബദർ. ബദർ ജീവിതത്തിന്റെ ആവേശമാണ്. ബദർ വിശ്വാസിയുടെ ആർജവമാണ്. ബദർ വിശ്വാസിയുടെ ഈമാനിന്റെ കരുത്താണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പാറ പോലെ ഉറച്ചു നിൽക്കാൻ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന ഘടകം ബദറാണ്.